ഗൈസ്, പ്രഹസനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഭയങ്കര പ്രഹസനങ്ങളും ഭയങ്കര തെറിവിളിയും ഒക്കെ കാണുന്നുണ്ട്. എനിക്ക് സത്യത്തിൽ ഇപ്പോൾ ഒരു യൂട്യൂബർ അവളെ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. ഹസൻ എനിക്ക് അറിയാവുന്ന ആളാണ്. പുള്ളിക്കാരൻ അങ്ങോട്ട് വിളിച്ചിട്ട് അവിടെ കിടന്ന് താടി തുള്ളിയിട്ട് പൈൽവാൻ ജയിച്ചേ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. പുള്ളി ചോദിച്ചത് ജെനുവൻ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യത്തിന് എന്താന്ന് പറയണേ, തത്തക്ക പുത്തക്ക അത്രയേ ഉള്ളൂ. കുണ്ടാമുണ്ടി വല്ലോ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു രീതിയാണ്. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഹസൻ ചോദിച്ച ചോദ്യം വളരെ ജെനുവനാണ്. അപ്പോൾ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ പിന്നെ ചാനൽ തുടങ്ങുന്നത്? അയ്യോടി, പിഴച്ച് നടക്കാൻ തന്നെ കൊണ്ട് പറ്റുമെങ്കിൽ പിന്നെ അങ്ങേർക്ക് ചാനൽ തുടങ്ങിയിടാം. അങ്ങനെ പിഴച്ചല്ലല്ലോ നടക്കുന്നത്. അങ്ങേര് വ്യഭിചാരത്തിന് വേണ്ടിയിട്ടുള്ള ചാനലല്ല തുടങ്ങി വെച്ചിരിക്കുന്നത്. അങ്ങേര് ഡീസൻ്റ് ആയിട്ടൊരു ചാനൽ തുടങ്ങി അത്യാവശ്യം കാര്യങ്ങളല്ലേ അവതരിപ്പിക്കുന്നത്. മതവിശ്വാസത്തിനെ അവഹേളിക്കുകയും മതവിശ്വാസത്തിനെതിരായിട്ടുള്ള വൃത്തികേടുകൾ കാണിക്കുകയും ചെയ്യുമ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയാണോ എന്നൊരു ചോദ്യം വരുമ്പോൾ അതിന് ഉത്തരം പറയേണ്ട അവസ്ഥ അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിന് ഉത്തരം ഇല്ലെങ്കിൽ മാറിയിരുന്ന് മോങ്ങണം. അല്ലാണ്ട് പൈൽവാൻ ജയിച്ചെന്ന് പറയരുത്. കൂട്ടുനിൽക്കുന്ന പ്ലീച്ചർ രണ്ടും കണക്കാണ്. ഇതിൽ കൂടുതലൊന്നും ഹിസ്റ്ററി ഉണ്ടെന്നൊക്കെ തരാനാകത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പലരും വിചാരിക്കുന്നത് എന്തോ പേഴ്സണൽ പ്രശ്നമാണെന്ന്. എന്നോട് ഒരുപാട് പേര് വിളിച്ചിട്ട് വെച്ചാൽ നിങ്ങൾ അവർ തമ്മിൽ എന്താ പേഴ്സണൽ ഇഷ്യൂ? എനിക്ക് ആരോടും ഒരു പേഴ്സണൽ ഇഷ്യൂ ഇല്ല. എന്താ കോഴിക്കോട് എവിടെ കിടക്കണം, തിരുവനന്തപുരം എവിടെ കിടക്കണം, എത്രയോ ദൂരമാണ്. ഞങ്ങൾക്ക് എന്ത് പേഴ്സണൽ ഇഷ്യൂ വരാൻ? എൻ്റെ വീട്ടിലോ എൻ്റെ കുടുംബത്തിലെയോ എൻ്റെ സുഹൃത്തുക്കൾക്കിടയിലോ ഇമാതിരി ഒരു വൃത്തി കെട്ടതിന് ഞങ്ങൾ അടുപ്പിക്കുക പോലും ഇല്ല. പിന്നെയാണോ എന്തിന് എന്തായിരിക്കണം? ഈ മിക്കവാറും ഞാൻ ചാനൽ ത്രൂ ഇരുന്ന് ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ അവരുടെ മോശപ്പെട്ട ഒരു വശം നിങ്ങൾക്ക് അവതരിപ്പിച്ച് തരുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് എനിക്ക് പേഴ്സണലി ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല. അത് തെറ്റിദ്ധാരണയാണ്. എനിക്കങ്ങനെ പേഴ്സണൽ ഇഷ്യൂ ഉണ്ട്, ഞാൻ പേഴ്സണലി തീർക്കും. അല്ലാതെ അത് പബ്ലിക്കിൽ വന്ന് പറയത്തില്ല. ഇവരൊരു സോഷ്യൽ ഈവിൾസ് ആണ്. അതുകൊണ്ടാണ് ഇവരെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരുന്നതും അവർക്കെതിരെ വീഡിയോയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. ഈ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് കമ്മ്യൂണിറ്റി തമ്മിൽ സ്പർദ്ധത ഉണ്ടാക്കുന്നതെന്ന് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ കളവായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അവരുടെ ആറ്റിറ്റ്യൂഡ്, ഇപ്പോഴുള്ള അവരുടെ സംസാര രീതി, ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ് അതൊരു ഇന്നസെന്റ് സോളൊന്നുമല്ല. അത് നമുക്ക് തോന്നുന്നതാണ്, നമ്മളെ അങ്ങനെ കാണിച്ചു തരുന്നതാണ്. അവരൊരു ഇന്നസെന്റ് സോളാണ്. അവർക്കൊന്നും അറിയത്തില്ല. കൃഷ്ണൻ എന്ന് പറഞ്ഞ കിഞ്ഞാ എന്നൊക്കെ പറഞ്ഞ് ഓരോ കോലങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ് കൃഷ്ണനുമായിട്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ കൃഷ്ണ ഭക്തയാണ് എന്നുള്ളത്. ഞാൻ എന്താ പറഞ്ഞത്, ഒത്തിരി പ്രായമായ അമ്മമാരുടെ വലിയൊരു വികാരമാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. അവർക്ക് ഈ ചരിത്രമോ ബാക്കിയുള്ളതോ ഒന്നും അറിയണ്ട. അവരുടെ ഉള്ളിൽ അത്രയും പ്രിഷ്യസ് ആയിട്ട് അവർ കൊണ്ടു കിടക്കുന്ന ദൈവമാണ് കൃഷ്ണൻ. കൃഷ്ണനെ റോഡിലിട്ട് ഉമ്മ വയ്ക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് തന്നെയാണ് മറ്റുള്ളവർക്കും പ്രോബ്ലം ഉണ്ടാക്കുന്നത്. അവൾക്ക് അറിയില്ല, അറിയാത്തൊരു കാര്യമാണ് അവൾ ചെയ്യുന്നത്. ഈ കൃഷ്ണനെ ഉമ്മ വയ്ക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? കാമാസക്തിയോടുകൂടി ദൈവത്തിനെ കാണുന്ന ഒരു പെണ്ണാണത്. അതാണ് അവളുടെ ഉള്ളിൽ. അതാണ് ഇപ്പൊ ഈ 15 വയസ്സുള്ള എൻ്റെ കുട്ടീനെ കണ്ടപ്പോൾ കാമം തോന്നിയില്ലേ? അവൻ എന്നെ കെട്ടാനാണ് വരുന്നത്, അല്ലെങ്കിൽ അവ എനിക്ക് ഇതൊക്കെ ഹാലൂസിനേഷൻ എന്ന് പറയും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ 15 വയസ്സുള്ള എൻ്റെ മകൻ അവളെ കല്യാണം കഴിക്കാൻ ആലോചിച്ചു. 2 കുട്ടികളും ഭർത്താവുമുള്ള അവളെ ഞാനെന്ന അമ്മായിയമ്മ വിളിച്ച് ബ്രെയിൻ വാഷ് ചെയ്തു. ഇതൊക്കെയാണ് പറയുന്നത്. ഒരു കോള് കാണിക്കാൻ പറ, ഒരു കോള് ഞാൻ വിളിച്ചതായിട്ടോ സംസാരിച്ചായിട്ടോ കാണിക്കാൻ പറ. ഉണ്ടാവില്ല, കാരണം ഞാൻ വിളിച്ചിട്ടില്ല, അതാണ് സത്യം. പക്ഷെ ഹാലൂസിനേഷൻ ഉണ്ട്. പുള്ളിക്കാരത്തി ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതാണ് എന്തോ മനോരോഗത്തിന്റെ മൂർധന്യ ഘട്ടത്തിലാണ് ഉള്ളത് തള്ള. അതാണ് പ്രശ്നം. മുതുക്കിയായെന്നും ചാവാനായെന്നും ഒക്കെ ഉള്ള ഒരു ബോധം വേണ്ടായോ? എന്തെങ്കിലും ഇരുന്നങ്ങ് തള്ളി മറിക്കലാണ്. ഇനി കണ്ണൻ്റെ പുറകെ പോകും, കുറച്ചു നാൾ യേശുവിൻ്റെ പുറകെ പോകും, പല കോലങ്ങളും കാണിക്കും. സപ്പോർട്ടറായിട്ട് വന്നു കൂടിയിരിക്കുന്ന പ്ലീച്ചറുടെ ഉദ്ദേശ ലക്ഷ്യം മറ്റൊന്നുമല്ല. പ്ലീച്ചർക്ക് ഒരു പരിധിയിൽ കൂടുതൽ എൻ്റെ കൂടെ പിടിച്ചിരിക്കാനാകത്തില്ല. കൃത്യമായ സാധനങ്ങൾ, കൃത്യമായ തെളിവ് ഉൾപ്പെടെയാണ് ഞാൻ കൊണ്ടുവന്ന് തന്നത്. അതിന് ഉത്തരവില്ല. അപ്പോൾ എന്ത് ചെയ്യണം? എന്നെ തെറി വിളിക്കാൻ ഒരു അഭിസാരിക വേണം. അഭിസാരിക ലെവലിലുള്ള ഒരുത്തിയെ കൊണ്ടുവന്ന് വിളിപ്പിച്ചാലേ ഉള്ളൂ. ഞാൻ ഭയങ്കര പണ്ഡിതയാണെന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്നെ തെറി വിളിക്കാൻ പറ്റത്തില്ലല്ലോ. തെറി വിളിച്ചാൽ മുഖം മൂടി അഴിഞ്ഞു വീഴും. അഥവാ തെറി വിളിച്ചാലും എനിക്കറിയാതെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. അപ്പം അതറിയുന്ന പ്ലീച്ചർ എന്ത് ചെയ്യുന്നു? ആളെ ഏർപ്പാട് ചെയ്യാണ്. ഗുണ്ട. പ്ലീച്ചർ ഗുണ്ടയാണ് എന്നുള്ള ബോധമില്ലാതെ ഇത് പോയി ചാടി കൊടുക്കുന്നു. പ്ലീച്ചർ പലതും പറഞ്ഞു തരും. അതും കേട്ടുകൊണ്ട് അങ്ങോട്ട് ചാടി വീണ് പല രീതിയിലുള്ള പ്രശ്നങ്ങളിൽ പോയി ചാടി പോകും എന്നതിനപ്പുറം ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഇനിയും സമയമുണ്ട്. തെറ്റൊക്കെ മനസ്സിലാക്കി മാപ്പ് പറഞ്ഞ് തിരിച്ചു കയറാനുള്ള വഴി ആലോചിക്കുന്നതിന് പകരം പോക്രിത്തരത്തിന് മേൽ പോക്രിത്തരം ചെയ്തുകൊണ്ടിരുന്നാൽ അത് എപ്പോഴും എക്കാലഘട്ടത്തിൽ സഹിക്കുമെന്ന് കരുതരുത്. ഇനി ഇസ്ലാം കമ്മ്യൂണിറ്റി അവൾ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് അയാളോട് പറയാനുള്ളത്, എന്തിനാടാ വിളിക്കാൻ പോയാ? വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഹസന് വല്ല കാര്യം ഉണ്ടായിരുന്നോ? വിളിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ബോധമുള്ള ഒരാളടുത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റും. സെക്കൻഡ് തിങ്, പുള്ളി വിളിച്ചത് ഒരു ജെന്യൂൻ ഒപ്പീനിയൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു വിഷയം കേൾക്കുമ്പോൾ നമ്മൾ 2 ഭാഗവും കേൾക്കണം. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പുള്ളി വിളിച്ചിട്ടുള്ളത്. അത് ജെന്യൂനായിട്ട് തന്നെ ചോദിച്ചു. പക്ഷെ മോശമായിട്ട് സംസാരിച്ച് ശീലമുള്ള അവൾ
ആ മോശം അയാളോട് പറഞ്ഞു. അത് സ്വാഭാവികമാണ്, അവളുടെ ഭാഗത്തും കുറച്ച് ന്യായമുണ്ട്. കാരണം അവള് പിന്നെ പള്ളിയിലൊക്കെ ഉണ്ടായിരുന്നു എന്നും അവള് ഭയങ്കരമായി തൂക്കി തലയിൽ വെച്ചിരിക്കുന്നു എന്നുള്ള ആ കളവ് പൊളിച്ചു കൊടുത്തത് അസനാണല്ലോ പള്ളിക്കാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ കാര്യം, പറയുന്ന നുണകളുടെ ഒരു എക്സ്പ്ലനേഷനാണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് തിങ്, ആ മഹല്ല് കമ്മിറ്റിയിലെ ആൾ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, കുഞ്ഞിനെ അവിടെ പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ടെന്നാണ്. കുഞ്ഞിനെ അവിടെ പഠിപ്പിക്കാൻ വിടുമ്പം പള്ളിയിൽ വരി കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ സെക്കൻഡാണ്. ഇവളുടെ ഹസ്ബൻഡ് സ്ഥലമാണത്, അവിടുന്നാണ് ഈ മസ്ജിദ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ മസ്ജിദിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് അവിടെ വരി കിട്ടുന്നുണ്ടോ? അപ്പം ഹസ്ബൻഡ് ചോദ്യം ചെയ്യപ്പെടേണ്ട വ്യക്തി തന്നെയാണ്. ആ ഒരു വിഷയത്തിൽ അവർ കൈമലർത്തുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ മഹലിൽ അവർക്ക് യാതൊരു രീതിയിലുള്ള പ്രാതിനിധ്യവും കൊടുക്കുന്നില്ല, അവരെ പുറത്താക്കിയിരിക്കുന്നു എന്ന് തന്നെയല്ലേ? പിന്നെ അല്ല, എൻ്റെ മഹൽ ഇവിടെയല്ല, ഞാൻ ജനിച്ചെടുത്താണെന്ന് പറയുമ്പോൾ അപ്പോൾ ഈ കൂടെ കെട്ടിയവനെന്ന് പറഞ്ഞ് കൊണ്ടു കിടക്കുന്നവൻ എന്തിനാണ്? കെട്ടിയവൻ്റെ പള്ളിയിൽ നിനക്ക് വരിസംഖ്യ കൊടുക്കണ്ട, നീ അവിടെ അല്ല എങ്കിൽ. ഞങ്ങളെയൊക്കെ വിവാഹം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ നാട്ടിലാണ് അടക്കം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുക. അഥവാ ഭർത്താവുമായി എന്തെങ്കിലും പിണക്കമോ ഡിവോഴ്സോ മറ്റോ ഉണ്ടായാൽ മാത്രം നമ്മുടെ കുടുംബത്തിൻ്റെ ഇതിലേക്ക് കൊണ്ടുവരികയാണ് സ്വാഭാവികമായിട്ടും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാണ് അവിടെ വരിസംഖ്യ കിട്ടേണ്ട ആവശ്യമില്ലാതെ വരുന്നത്? വീട് വെക്കുന്ന അപ്പനിക്ക് അത്രേ. അപ്പനിക്ക് വീട് വെച്ച് കൊടുക്കുന്ന മാളെടുത്ത് അപ്പം പറഞ്ഞോ നാട്ടുകാരെല്ലാം മൂഞ്ചിപ്പിച്ചിട്ട് വീട് വെച്ച് കൊടുക്കാൻ? എന്തെങ്കിലും അങ്ങ് തള്ളി മറിക്കല്ല. മോശപ്പെട്ട രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ദൂർത്തിനും ആർഭാടത്തിനും പണം കണ്ടെത്താൻ വേണ്ടി അവർ കണ്ടെത്തിയിരിക്കുന്ന മാർഗമാണ് മതസ്പർദ്ധത ഉണ്ടാക്കുക എന്നുള്ളത്. നോർത്തിലൊക്കെ നമുക്ക് മനസ്സിലാകാൻ സഹിക്കാം. ഇവിടെ വിദ്യാഭ്യാസമോ വിവരമോ തുലവും തുച്ഛം ഒരു വക ബോധവുമില്ലാത്ത കുറേ സ്ത്രീകൾ പണ്ണിതയെന്നും മറ്റതൊന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മൾ അവരുടെ റിയൽ ഫേസ് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യഘട്ടമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇവർക്കെതിരെയൊക്കെ പറയുന്നത്. ഞാൻ സ്ത്രീപക്ഷവാദി തന്നെയാണ് 100%. പക്ഷേ ഇതേപോലുള്ള അഭിസാരികൾക്ക് പക്ഷം പറയാൻ എന്നെ കൊണ്ട് സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർക്കൊക്കെ എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇനി സപ്പോർട്ട് പറയുന്ന പണ്ഡിത ശിരോമണികൾക്കാണ്, അവരുടെയും റിയൽ ഫേസ് ഇതിനകത്ത് റിവീൽ ആവുകയാണ്. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ കമ്മ്യൂണിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ട് എന്തിനിത് ചെയ്യുന്നു? ഇപ്പോൾ കടുവപ്പള്ളി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കല്ലമ്പലത്ത് ഒരു പള്ളിയുണ്ട്. അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ വരാറുണ്ട്. ഓരോരുത്തരുടെ വിശ്വാസം, അവർക്ക് അവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞ സന്തോഷമൊന്നും. മുസ്ലിങ്ങൾ അവിടെ പോകുന്നത് സിയാറത്തിനല്ല, അവരവിടെ പോകുന്നത് ആ ഖബറിസ്ഥാൻ കാണുകയും അവിടെ നിന്നുകൊണ്ട് കുറച്ച് പ്രാർത്ഥിച്ചിട്ട് വരുമ്പോൾ പടച്ചവനോടാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ കബറി കിടക്കുന്ന ഉപകാരടുത്തൊന്നും അല്ല. പക്ഷെ മറ്റുള്ളവർക്ക് അത് തോന്നുന്നത് അത് ദൈവമായിട്ടാണ് തോന്നുന്നത്. ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ളവർ അവരവിടെ പോകാറുണ്ട്. എന്താണ് സാധിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത്. അവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല. അവരാരും അവിടെ നിന്നുകൊണ്ട് റീലിടാറില്ല, അവിടെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല. ഒരു പെൺകുട്ടി ഇവൾക്കെതിരെ ഒരു കമന്റ് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ഗുണ്ടയ്ക്കൊപ്പം നിന്നുകൊണ്ട് അവളെ ഒന്ന് ഫേസ് ചെയ്യാനും അവളെ ഒന്ന് തല്ലാനും തയ്ക്കാനും ഒക്കെ ഒന്ന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടി എന്തുകൊണ്ട് കേസുമായി മുൻപോട്ട് പോകുന്നില്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അത് ചെയ്യുകയാണ് വേണ്ടത്. അമ്പലനടയിൽ വന്നിട്ട് ഗുണ്ടായുസം കാണിച്ച അവനും അവൾക്കുമെതിരെ കർശനമായ നടപടിയെടുക്കേണ്ടത് അമ്പല കമ്മിറ്റിയുടെ പരിപാടിയാണ്. ഇതേപോലെ കമ്മിറ്റികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് പേർക്ക് തിന്നുകൊഴുത്തിരിക്കാനല്ല, അവർ ആക്ട് ചെയ്യേണ്ട സമയത്ത് ആക്ട് ചെയ്യുക തന്നെ വേണം. ആ മനുഷ്യന്റെ ശബ്ദം പുറത്തു വിട്ടതിന് അയാൾ ആക്രമിക്കുമെങ്കിൽ അവിടെയുള്ള അമ്പല കമ്മിറ്റി ആയാലും പള്ളി കമ്മിറ്റി ആയിരുന്നാലും ബാക്കിയുള്ളവർ അതിനെതിരെ ശക്തമായ നടപടികൾ എടുക്കുക തന്നെ വേണം. നിയമപരമായി നേരിടണം, കായികപരമായും നേരിടണം. കാരണം അനാവശ്യമായി ഒരു പെണ്ണ് ഗുണ്ടായുസം കൊണ്ടിറങ്ങിയാൽ പെണ്ണ് വ്യത്യാസമൊന്നും ഇവിടെ കാണേണ്ട കാര്യമൊന്നുമില്ല. അതിന് കൃത്യമായി നമ്മൾ തിരിച്ച് മറുപടി കൊടുക്കുക തന്നെ വേണം. എന്തെന്ന് ചോദിച്ചാൽ കുന്തെന്ന് പറയുന്നുള്ള ചെവിടടിച്ച് പൊട്ടിക്കണം. കാര്യമാണ് ചോദിക്കുന്നത്, കാര്യത്തിന് മറുപടിയാണ് കൊടുക്കേണ്ടത്. അല്ല കുന്ത് എന്ന് പറഞ്ഞിട്ട് എനിക്കും എൻ്റെ മക്കൾക്ക് നീ ചെലവിന് തരുവോടാന്ന് ആ ഒരു യൂട്യൂബറോട് ചോദിക്കുന്ന അവളുടെ ഒരു നിലവാരമൊന്നും അല്ലേ ചോദിക്കുകയാണ്. എന്തിനാണ്? എന്താ ചോദിച്ചതെന്താ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിന്റെ ഭാഗത്ത് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഉണ്ടോ? ഇല്ല. പ്ലീച്ചറോട് മാത്രമേ എക്സ്പ്ലനേഷൻ പറയുള്ളൂ. ആരുടെ കണ്ണിലാണ് പൊടിയിടുന്നത്? ആ സ്ത്രീ അവിടെ പോയതും കൂട്ടുകൂടിയതും കൂട്ടുകക്ഷിയാണെന്നോ അറിഞ്ഞുകൊണ്ട് പിന്നെ ഫോണിൽ കൂടെ ഡ്രാമ വേറെ, വീഡിയോ കാള് വേറെ, ഇതൊക്കെ ആരെ കാണിക്കുന്നേ? അത്രയും അടുത്തടുത്ത് കിടക്കുന്നവർ, ഞാൻ പോയി കണ്ട സ്ഥലങ്ങളാണ്, അടുത്തടുത്ത് കിടക്കുന്നവർക്ക് പരസ്പരം ഒന്ന് പോയാൽ പോരെ. അപ്പം ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ചെന്നാൽ അവിടെ നിന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത്, നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള കുറേ ഡ്രാമകൾ മാത്രമാണ് ഈ രണ്ടെണ്ണം കാണിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഒരുപാട് കാലമൊന്നും ആൾക്കാരെ പറ്റിക്കാൻ പറ്റത്തില്ല. കാലം അതിനുള്ള മറുപടി കൊടുക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാമെന്നുള്ളത് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പോയി കണ്ട് മനസ്സിലാക്കി റിവീൽ ചെയ്ത സത്യങ്ങളുണ്ട്. പലപ്പോഴും ഞാൻ പണ്ഡിത എന്ന് പറയുന്നവരെടുത്ത് ഞാൻ പോയ സ്ഥലങ്ങളിൽ അവർ പോട്ടെ, എന്നിട്ട് അവരെ കൊണ്ടുവരും. ഞാൻ പോയ ഓരോ അധികാരികളെടുത്താണ്, അധികാരികളെ കൊണ്ട് തിരിച്ചു പറയിക്കൂ, അതല്ലേ ന്യായം? എനിക്ക് തടയിടുന്നതിന് പകരം അധികാരികൾ ആരാണോ പറഞ്ഞത് ആ പറഞ്ഞ ആൾക്കാരുടെ പേര്, വിവരം, നമ്പർ ഉൾപ്പെടെ ഞാൻ തരാം. അവരെ കൊണ്ട് തിരിച്ചു പറയിക്കൂ, ഞാൻ ഫോഴ്സ് ചെയ്ത് പറയിപ്പിച്ചതാണ്, അല്ലെങ്കിൽ അവർ പറഞ്ഞത് കളവാണ്. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് പറ്റുന്നില്ല?
സിസ്റ്ററുടെ അടുത്ത് പോയി, സിസ്റ്ററുടെ മകൻ്റെ അടുത്ത് പോയി, അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് അവരെ കൊണ്ട് തിരിച്ചു പറയിക്കാൻ സാധിക്കും? അവരോട് തിരിച്ചു പറയാൻ പറയൂ, അവരെ കൊണ്ട് തിരിച്ചു പറയിക്കും. അപ്പം നമുക്കത് കേട്ടുകൊണ്ടിരിക്കുക ഒരു സുഖമുണ്ട് അല്ലേ? നുണകൾ മാത്രം പറയുന്ന, നുണകളുടെ ചീട്ട് കൊട്ടാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വൃത്തികെട്ട രൂപങ്ങളോട് ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവരുടെ സംസ്കാരം അതിതാണ്. അത് പൊതുസമൂഹം മനസ്സിലാക്കിയാൽ മാത്രം മതി. അതിനപ്പുറം ഇവരെയൊക്കെ നന്നാക്കാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഗുരുവായൂർ കഴിഞ്ഞു. ഗുരുവായൂരിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി. ഇനി ഗുരുവായൂർ എന്ന ഒരു അമ്പലമോ അതിനൊരു പ്രഷ്യസ്നെസ്സോ ഒന്നും ഉണ്ടാവത്തില്ല. കാരണം ഏത് ചപ്പനും ചമ്മടനും ചങ്ങടനും ഒക്കെ കയറി നിരങ്ങാൻ പറ്റുന്ന സ്ഥലമാണ് അതെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്, നല്ല കാര്യമാണ്. പണ്ട് യേശുദാസ് അവിടെ നിന്ന് കയറാൻ പോയപ്പോഴത്തേക്ക് സമ്മതിക്കാതിരുന്ന അമ്പല കമ്മിറ്റിക്കാർക്ക് ചെരിപ്പടിയാണ് ഇവൾ കൊടുക്കണം. നല്ല കാര്യമാണ്, കീപ് ഗോയിങ്, നല്ല കാര്യം. അങ്ങനെ തന്നെ ചെയ്യണം. അങ്ങനെ ഒരു അമ്പലമുണ്ടോ മനുഷ്യർക്ക് കയറാൻ പറ്റാത്ത ഒരു അമ്പലം? അതാണ് തൊട്ടുകൂടായ്മയും തീണ്ടായികയ്ക്കോ എതിരെ നവോത്ഥാന നായികയായി നീ അറിയപ്പെടും ഭാവിയിൽ. നിന്റെ പേര് ചരിത്ര ലിപികളിൽ, സ്വർണ്ണ ലിപികളിൽ അവിടെ പോയി എഴുതി വെക്കും. അതല്ലേ ഉദ്ദേശ ലക്ഷ്യം? നീണാൾ വാഴട്ടെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി എത്രത്തോളം അവഹേളിക്കപ്പെടുന്നുണ്ടെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ആ ബോധ്യമില്ലായ്മ കൊണ്ടാണ് പലരും ഇങ്ങനെ കയറി മെഴുകി ആക്കി വെച്ചിട്ട് ഇറങ്ങി വരുന്നത്. സത്യാവസ്ഥ എന്താണെന്ന് ലസീതയുടെ വീഡിയോയിൽ കൂടെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം അതിനകത്തൊരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു. ആ കമൻറ്റിൽ അവർ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, സത്യാവസ്ഥ പുറത്തു വരട്ടെ. എന്തായിരുന്നാലും ഒരിടത്ത് കയറാൻ പാടില്ല എന്ന് കോടതി നിശ്ചയിക്കുന്നിടത്ത് പിന്നെയും പോയി അവിടെ കയറും എന്നും, അല്ല ഞാൻ കയറിയിട്ടുണ്ട്, എന്നെ ആർക്കും തോപ്പിക്കാനാവില്ല എന്നുള്ള രീതിയിൽ ഒരു വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് കീറിക്കൊണ്ട് വർത്തമാനം പറയുന്ന അവർക്ക് ഒന്നും പറയാനില്ല. അത്യാവശ്യം കൂടുതൽ വർക്കൗട്ട് മുഖത്ത് കൂടെ ചെയ്തതിൻ്റെ കൂടുതലാണ് ഈ രക്ഷപ്പെടലെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ആ ബോധമില്ലാത്തവർ കണ്ണും അടച്ച് വിശ്വസിച്ചിട്ട് ആ കീ ജയ് എന്ന് വിളിക്കും. എന്നതിനപ്പുറം ഇതിന് വലിയ മൂല്യമൊന്നും ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ ഈ വിഷയത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷെയിം ആയി നിൽക്കേണ്ടത് പോലീസാണ്. അത് പിണറായിയുടെ പോലീസായാലും ശരി തന്നെ, മോങ്ങിയുടെ പോലീസായിരുന്നാലും, ആരുടെ പോലീസായിരുന്നാലും ശരി തന്നെ, പോലീസുകാർക്കാണ് നല്ല അടി പറ്റിക്കേണ്ടത്. ഇത്തരത്തിലൊരു കേസ് വന്നത് കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്. മാത്രവുമല്ല, മീഡിയ പേഴ്സൺസ് ഒന്നടങ്കം ചോദിക്കേണ്ട ഒരു ചോദ്യം പോലീസുകാരോടുണ്ട്: എന്തുകൊണ്ട് അറസ്റ്റില്ല? എന്താണ് ആ കേസിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് കിട്ടിയിട്ടുമില്ല. അപ്പം അതൊക്കെ ചോദിക്കേണ്ടത് മീഡിയ പേഴ്സൺസ് ആണ്, മെയിൻ സ്ട്രീം മീഡിയ പേഴ്സൺസ് ആണ്. നമ്മളൊക്കെ ഇനിയിപ്പോൾ അങ്ങറ്റം വരെ വണ്ടി ഓടിച്ച് അങ്ങ് പോയി ചെന്ന് ചോദിക്കാൻ നോക്കൂലേ. ഞാൻ ഗുരുവായൂരുണ്ടെങ്കിൽ ഞാൻ പോയി ചോദിച്ചിട്ടുണ്ടാവുമായിരുന്നു, ഞാൻ അവിടെ ഇല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വിഷയത്തിൽ, ഇത്രയേ ഉള്ളൂ. നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ വിഷയങ്ങളുമായിട്ട് വരാം. പലരും പല യൂട്യൂബേഴ്സും ഒക്കെ എടുത്തു വെച്ച് വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. മെയിനായിട്ട് നമ്മുടെ അനന്തു ചെയ്ത വീഡിയോ എനിക്ക് ചിരി വന്നു. പാവം കൊച്ചാടാ, നീ ഒന്നും പറയാനില്ല, എനിക്കിതൊരു കാര്യം മനസ്സിലായില്ലല്ലേ, ഒന്നും പറയാനില്ല. ശരിക്കും കണ്ടു നോക്കെ, എന്നിട്ട് പ്രതികരിക്കാൻ നോക്ക്. എന്തോ